മിഡിൽ ഈസ്റ്റിൽ യുദ്ധഭീതി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ റഷ്യയുടെയും ചൈനയുടെയും യുദ്ധക്കപ്പലുകൾ ഇറാനിലേക്ക് നീങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. അമേരിക്കയും ഇസ്രയേലും ഇറാനിൽ തുടങ്ങി വെക്കാൻ ഉദ്ദേശിക്കുന്ന യുദ്ധം അത് ഒരുപക്ഷെ മൂന്നാം ലോക യുദ്ധത്തിലേക്ക് എത്തുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ലോകത്തിന് മുന്നിലുള്ളത്. ആണവ നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്കപ്പുറം ഒരു ആണവായുധങ്ങൾ ഉപയോഗിക്കുന്ന ആക്രമണവും ആകുമോ എന്ന ആശങ്ക ഇപ്പോൾ ലോകത്ത് ഉയർന്നു വരുന്നു. റഷ്യയും ചൈനയും അവരുടെ കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് എത്തിക്കുകയാണ്. ഇറാൻ പ്രഖ്യാപിച്ചിട്ടുള്ള സൈനികാഭ്യാസം, ഹോർമുസ് കടലിടുക്കിലെ സൈനികാഭ്യാസം, അത് റഷ്യയും ചൈനയും ഇറാനോടൊപ്പം ചേർന്നുകൊണ്ടാണ് നടത്തുന്നത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു കപ്പൽ പട ഇറാന്റെ തീരത്തേക്ക് എത്തുന്നത്. പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, ഈ കപ്പലുകൾ, ചൈനയുടെ ഇത്തരത്തിലുള്ള കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിന്റെ ഭാഗത്ത് ഉണ്ടാവുക എന്നത് അമേരിക്കൻ കപ്പലുകളുടെ ഓരോ നീക്കങ്ങളെയും ഇറാന് ചോർത്തി കൊടുക്കാൻ സാധിക്കും. എപ്പോഴാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഉയരുന്നത്, കപ്പലുകൾ ഇന്ന് എപ്പോഴാണ് ആക്രമണം ആരംഭിക്കുന്നത്, അതിന് മുൻകൂട്ടി തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങളെ കുറിച്ചുള്ള വിവരം ഇറാന് നൽകാൻ ഇതിലൂടെ സാധിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വാസ്തവത്തിൽ ഇതൊരു സൈനികാഭ്യാസം എന്ന പേരിൽ ഇറാൻ പ്രഖ്യാപിക്കുകയും അതിലേക്ക് റഷ്യയും ചൈനയും കടന്നു വരികയും ചെയ്യുന്നു എന്നത് സത്യമാണെങ്കിൽ പോലും ഇതിന് പിന്നിൽ നിലനിൽക്കുന്ന ധാരാളം നീക്കങ്ങളുണ്ട് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ, ഇസ്രയേലിന്റെ നീക്കങ്ങൾ അറിയുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആ നീക്കങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ദുർബലപ്പെടുത്തുവാൻ, ആ ആക്രമണത്തെ നിർവീര്യമാക്കാനുള്ള ശക്തി ഇറാനുണ്ട്. എന്നാൽ അതിനുവേണ്ട ഇത്തരത്തിലുള്ള രഹസ്യാന്വേഷണങ്ങളും കൂടെ ഇറാന് കൂടുതൽ റഷ്യയും ചൈനയും നൽകുകയാണെങ്കിൽ അത് അമേരിക്കൻ ഇസ്രയേൽ നീക്കങ്ങൾക്ക് എതിരെയുള്ള ഇറാന്റെ വലിയൊരു തിരിച്ചടി ഉണ്ടാക്കാൻ അതിലൂടെ സാധിക്കും. മാത്രമല്ല, അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായാൽ അത് മേഖലയിൽ റഷ്യക്കും ചൈനക്കും വലിയ നേട്ടമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈനികാഭ്യാസത്തിന്റെ പേരിൽ ഇറാൻ തീരങ്ങളിൽ ഈ കപ്പലുകൾ സ്ഥാനം പിടിക്കും എന്ന് തന്നെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഒരു ഭാഗത്ത് ഇന്റർനാഷണൽ കടലിൽ അമേരിക്കയുടെ കപ്പലുകൾ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത ഭാഗത്ത് റഷ്യയുടെയും ചൈനയുടെയും കപ്പലുകൾ നിലയുറപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ഇറാന് അത് ആക്രമണത്തിനുള്ള അല്ലെങ്കിൽ പ്രത്യാക്രമണത്തിനുള്ള ആക്കം കൂട്ടുമെന്നത് ഒരു വാസ്തവമാണ്. ഈ കപ്പലുകൾ ഇപ്പോൾ ഇറാൻ തീരത്തേക്ക് നീങ്ങുന്നതിന്റെ വീഡിയോകൾ വരെ പുറത്തു വന്നിരിക്കുകയാണ്. എന്തായിരുന്നാലും ഈ ഒരു നീക്കം, അതായത് ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും ഒരു ചെറിയ രാഷ്ട്രത്തിന് ചൈനയോ അല്ലെങ്കിൽ റഷ്യയോ പിന്തുണ നൽകിയതുകൊണ്ട് അവർക്ക് അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ ആക്രമണങ്ങൾ ചെറുക്കാനോ തോൽപ്പിക്കാനോ കഴിയില്ല. അതിലൂടെ റഷ്യക്കും ചൈനയ്ക്കും വലിയ നേട്ടമുണ്ടാവുകയില്ല. പക്ഷെ ഇറാനെ പോലുള്ള ഒരു ശക്തിയെ പിന്തുണക്കുകയും അവർക്ക് വേണ്ട പിന്തുണയും നൽകിക്കഴിഞ്ഞാൽ അത് തീർച്ചയായും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും മുനയടിക്കാൻ സാധിക്കുമെന്ന് ചൈനയും റഷ്യയും മനസ്സിലാക്കുന്നു. അതുകൊണ്ട് വേണ്ട രൂപത്തിൽ വെനിസ്വേലക്കോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രങ്ങൾക്കോ നൽകാത്ത എല്ലാ സഹായങ്ങളും ഇറാന് നൽകാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ സഹായങ്ങൾ ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങളും കഴിവും ഇറാന്റെ സൈനികർക്കും ഇറാന്റെ സംവിധാനങ്ങൾക്കും ഉണ്ട് എന്ന് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. കഴിഞ്ഞ ജൂൺ മാസത്തിലുണ്ടായ 12 ദിവസത്തെ യുദ്ധത്തിലൂടെ ഇറാന്റെ ശക്തി എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് ഇസ്രയേലിന്റെ ഹിബ്രു ഭാഷയിലുള്ള പത്രം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇറാൻ തുല്യതയില്ലാത്ത ഡെവലപ്മെന്റുകൾ നടത്തിയിരിക്കുകയാണ് എന്നാണ്. സൈബർ യുദ്ധങ്ങളിലും അതുപോലെ അവരുടെ മറ്റുള്ള എല്ലാ സൈനിക തലങ്ങളിലും വലിയ രൂപത്തിലുള്ള ഡെവലപ്മെന്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ യുദ്ധത്തിൽ വന്ന കുറവുകളെല്ലാം ഇപ്പോൾ അവർ പരിഹരിച്ചിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. യഥാർത്ഥത്തിൽ ഇതിന്റെ എല്ലാം പിന്നിൽ റഷ്യയും ചൈനയും ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല.